തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നു എന്നതാണ് നാം കാണേണ്ട ഒരു കാര്യം. ആ തെറ്റായ സമീപനം എന്ന് പറയുന്നത് CBSE വിദ്യാർത്ഥികളെ എന്തോ ദോഷമായി ബാധിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശം എന്നുള്ളതാണ്. ശിവപ്രസാദ്, നോക്കൂ, ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ സമയത്ത് തന്നെ, കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ സർക്കാർ സ്കൂളിൽ അല്ലെങ്കിൽ കേരള സിലബസിൽ എയ്ഡഡിലോ സർക്കാരിലോ ഒക്കെ പഠിച്ച കുട്ടികളുടെ പ്രാതിനിധ്യം ഈ റാങ്ക് ലിസ്റ്റിൽ കുറവാണ്. അവരുടെ CBSE കൗണ്ടർ പാർട്ടുകളുമായി മത്സരിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഈ ഇതിൽ കൃത്യമായി പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ സർക്കാർ എപ്പോഴാണ് ആക്ട് ചെയ്തത്? പ്രോസ്പെക്ടസ് ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ സർക്കാർ ഈ പറഞ്ഞ മാർക്കിന്റെ ഫോർമുല തീരുമാനിക്കാനൊരു സമിതിയെ വെച്ചത് എപ്പോഴാണ്? ഏപ്രിൽ മാസത്തിലാണ്. അതായത് പരീക്ഷ നടന്ന അതേ മാസത്തിലാണ് സർക്കാർ ഒരു ഫോർമുല വെച്ചത്. ആ ഒരു സമിതിയെ വെച്ചത്. ആ സമിതി ഒരു ഫോർമുല ശുപാർശ ചെയ്തത് ജൂൺ 2-ാം തീയതിയാണ്. അത് മന്ത്രിസഭ അംഗീകരിച്ചത് ജൂൺ 30-ാം തീയതിയാണ്. എന്നിട്ട് ഇത് പ്രോസ്പെക്ടസിൽ മാറ്റുന്നത് എന്നാണ് ഈ ജൂലൈ 1-ാം തീയതി റിസൾട്ട്, കീമിന്റെ റിസൾട്ട് വരുന്നതിന് 1 മണിക്കൂർ മുമ്പാണ്. ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കിയാൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഈ തവണ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയതിന്റെ ഉത്തരവാദിത്തം കേരള സംസ്ഥാന സർക്കാരിനല്ലാതെ വേറെ ആർക്കാണ്? ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിപ്പോഴാണ് നിങ്ങളുടെ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുമുമ്പ് CBSE മാനേജ്മെൻറ്റിനെ പ്രതികരിച്ചൊരു വ്യക്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ കേട്ടു. വളരെ വലിയ തെറ്റിദ്ധാരണാത്മകമായ ചർച്ച ഈ വിഷയത്തിൻ്റെ ഹർജിയിലേക്ക് പോകുന്നതിനുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതായത് CBSE കുട്ടികളോട് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നത് വഴി എന്തോ ഒരു അനീതി കേരളത്തിൽ ഉണ്ടായി എന്നൊരു പ്രചരണം കേരളത്തിനകത്ത് ഉണ്ടാവുകയാണ്. സത്യത്തിൽ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന, സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികളെ കൂടി നീതീകരിക്കാനാവുന്ന ഒരു ഫോർമുലയാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് എന്ന് നാം കൃത്യമായി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരുടെയെങ്കിലും അവസരം നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എല്ലാവരെയും തുല്യ അവസരത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫോർമുല കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് എന്ന് കൃത്യമായി നാം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു അവ്യക്തത പലപ്പോഴും പല ചർച്ചകളിലും കീമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഏതെങ്കിലും ഒരു CBSE വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതിനോ, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന, സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിക്ക് പ്രത്യേകമായി എന്തെങ്കിലും സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനൊരു മാറ്റം നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ വരുത്തുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലുണ്ടായ സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗൗരവമായ വിഷയങ്ങളിലേക്ക്, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ റദ്ദ് ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഈ കീമുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടിക്രമം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ആ പ്രോസ്പെക്ടസ് പരിശോധിച്ചാൽ ക്ലോസ് 1.6-ൽ ഈ പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില മാറ്റങ്ങൾ, അത് ഏത് മാറ്റങ്ങളാണെന്ന് സംബന്ധിച്ചും ആ പ്രോസ്പെക്ടസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ മാറ്റങ്ങൾ കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ SFI ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്, പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സംവിധാനം കീമിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാകുമ്പോൾ ഉണ്ടാവണം. എന്ന് നിർഭാഗ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംബന്ധിച്ച പഠനം എപ്പോൾ നടത്തേണ്ടതാണ്? കഴിഞ്ഞ കീമിന്റെ ലിസ്റ്റ് വന്നപ്പോഴും ഇതേ പ്രശ്നം ഉയർന്നല്ലോ. ഇതേ പ്രശ്നം ഞാൻ പറയുന്നത് കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുന്നില്ല എന്ന പ്രശ്നം ഉയർന്നല്ലോ. ആ സമയത്ത് സർക്കാരിന് ഒരു സമിതി രൂപീകരിക്കാമല്ലോ. ആ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇക്കാര്യത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമല്ലോ. പ്രോസ്പെക്ടസ് മാറ്റാതെ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സമയത്ത് ഒരു സമിതിയെ രൂപീകരിക്കുകയും എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്നതിന് തലേ ദിവസം മാത്രം ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസ് മാറ്റിയാൽ അത് എങ്ങനെ നിലനിൽക്കാനാണ് സാർ? കേരള സർക്കാർ ഇത്രയും അലംഭാവത്തോടു കൂടിയാണോ ഇതുപോലെ ഗൗരവതരമായ ഒരു വിഷയത്തെ കാണേണ്ടത്? അല്ല, അതിൽ നാം കാണേണ്ടത് എടുപിടി എന്ന് പറഞ്ഞ് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ സംബന്ധിച്ച് സാങ്കേതികമായ കൃത്യമായ പഠനം നടക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷം വിമർശനം ഉന്നയിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രോസ്പെക്ടസ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി, ഞാൻ ആ പ്രോസ്പെക്ടസ് പരിശോധിച്ചു, ആ പ്രോസ്പെക്ടസിനകത്ത് തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ക്ലോസ് 1.6, ഞാൻ ആ ക്ലോസാണ് ചൂണ്ടിക്കാണിച്ചത്, ആ ക്ലോസിനകത്ത് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇന്ന കാര്യങ്ങളാണ് ആ മാറ്റങ്ങൾ വേണ്ടത്. ആ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രോസ്പെക്ടസ് കമ്മിറ്റി തയ്യാറാക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയിട്ടാണ് ആ പ്രോസ്പെക്ട് തയ്യാറാക്കപ്പെട്ടത്. വിദഗ്ധ സമിതി നിയോഗിക്കുന്നു. വിദഗ്ധ സമിതി വളരെ വിശദമായി തന്നെ വിവരങ്ങൾ പഠിക്കുന്നു. വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വിമർശനങ്ങൾ പഠിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തികച്ചും സ്റ്റാറ്റിസ്റ്റിക്കലായി തയ്യാറാക്കപ്പെടുന്ന ഒരു ഫോർമുലയാണ്. ഇവിടെ ഇവരെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നോർമലൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡൈസേഷനാണ് നമുക്ക് ആവശ്യം.
അത് കേവലം ഒരു മന്ത്രിസഭാ യോഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കോ മാത്രം പെട്ടെന്ന് കൂടി തീരുമാനിക്കാൻ കഴിയുന്നതല്ല എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വിശദമായ വിദഗ്ധമായ പഠനത്തിന് ശേഷം മാത്രം തയ്യാറാക്കിയിട്ട് വിദഗ്ധരുടെ സമിതിയെ എപ്പോൾ നിയോഗിക്കണമായിരുന്നു? വിദഗ്ധരുടെ സമിതിയെ നിയോഗിച്ചത് ഈ ഏപ്രിൽ മാസമാണ്. ഈ ഏപ്രിൽ മാസം വിദഗ്ധരെ സമിതിയെ നിയോഗിക്കുന്നതിന് 2 മാസം മുമ്പേ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. SFI തന്നെ കഴിഞ്ഞ തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അനോമലി എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വിദഗ്ധരടങ്ങിയ ഒരു സമിതിയെ നിയോഗിക്കാമല്ലോ. അതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ വിഷയം ഗൗരവപൂർണ്ണമായി കാണുന്നുവെങ്കിൽ വിദഗ്ധരുടെ സമിതിയെ മുൻപ് വിമർശനം ഉന്നയിച്ച ഘട്ടത്തിലെ നിയോഗിക്കാം. അവരുടെ പഠന റിപ്പോർട്ട് അവർ സമയമെടുത്ത് പഠിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് സമയമെടുത്ത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അവരുടെ ശുപാർശകളിൽ എടുക്കേണ്ടതെടുത്ത് ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കാമായിരുന്നു ഈ വർഷം ആദ്യം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സമീകരണം നമുക്ക് വരുത്തേണ്ടതായി വരും എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ആ പ്രോസ്പെക്ടസ് തയ്യാറാക്കപ്പെട്ടത്. ആ സമീകരണത്തിൻ്റെ കൃത്യമായ ഫോർമുല ആ ഘട്ടത്തിൽ തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് 1.6-ൽ ഇങ്ങനെ ചില സമീകരണങ്ങൾ സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് ഇതിനകത്ത് വരുത്തേണ്ടതായി വരുന്നു എന്ന് മുൻകൂട്ടി സൂചിപ്പിച്ചത്. ഗവൺമെൻറ് നിലയിൽ ടെക്നിക്കലി അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കപ്പെടുമ്പോൾ ഉൾപ്പെടുത്താൻ കഴിയുന്നൊരു ക്ലോസ് അതാണ്. അവിടെ ഉണ്ടായ സംഭവം എന്താണ്? ഇങ്ങനൊരു ക്ലോസ് മന്ത്രിസഭ ഉൾപ്പെടുത്തുമ്പോൾ ആ ക്ലോസിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വ്യാപകമായ തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നു എന്നതാണ് നാം കാണേണ്ട ഒരു കാര്യം. ആ തെറ്റായ സമീപനം എന്ന് പറയുന്നത് CBSE വിദ്യാർത്ഥികളെ എന്തോ ദോഷമായി ബാധിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം എന്നുള്ളതാണ്. ആ തെറ്റായ പ്രചരണത്തെയാണ് നമ്മൾ ആദ്യം വ്യക്തമായി കേരളത്തിലെ ജനങ്ങളോട് അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ആ തെറ്റായ പ്രചരണം അനിവാര്യമാണ്. ഞാൻ എല്ലാവരിലേക്കും മടങ്ങിയെത്താം.